അസ്സലാമലൈക്കും. ഞാനൊന്ന് വന്നത് സുഹൃത്തുക്കളെ പിന്നെ യൂണിയൻ ഫ്ലോർ മില്ല് കേട്ടോ. നട്സിന്റെ പിന്നെ പ്രൊഡക്ഷനും അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. എനിക്കറിയാൻ താല്പര്യമുണ്ട്. വരി മനസ്സിലാക്കാ. ഞാൻ കുറെ ദിവസമായി ഇവിടെ വരണിരിക്കണേ. വരി തുടങ്ങിയ കമ്പനി മാഷം ഇത്രയും ഇതിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം കേട്ടോ. അത് നമ്മുടെ നാട്ടുകാര് മാഷാ അല്ലാഹ്. ഞാൻ ഫോൺ വിളിച്ചപ്പോഴേ ഈ കമ്പനി പറ്റിയൊക്കെ പറഞ്ഞത് കൂടെ മാഷാ അല്ലാഹ്. നല്ല കമ്പനി കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് കാണിക്കണ പ്രസംഗരാ. ഇതാണ് നമ്മളെ പിന്നെ ബിൽഡിംഗ് ഏരിയ. പിന്നെ ബാക്കിയുള്ള ഏരിയകളൊക്കെ നമ്മളെ പ്രൊഡക്ഷൻ അകത്തോട്ടാണ്. അത് ശരി. അത് ഞാൻ കാണിക്കാം. കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഓഫീസിൽ പോയിരിക്കല്ലേ. സ്റ്റാഫുകള് അക്കൗണ്ട്സ് അസ്ലം ഇവിടെ ഇരിക്കുന്നത് ഓഫീസ് റാത്തല്ലേ? അൽഹംദുലില്ലാഹ് റാത്താണ്. എന്താണ് നമ്മളെ കമ്പനിയെ പറ്റിയിട്ടൊന്ന് പറയാം. എങ്ങനെ തുടക്കം, അതുമായി ബന്ധപ്പെട്ട കാര്യം. കമ്പനി ഞാൻ അൽഹംദുലില്ലാഹ് ഞാൻ 2008 ഇവിടെ UAE വരുന്നത്. അങ്ങനെ UAE വന്ന് 2000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് പിന്നെ നമ്മൾ 2011 വേറെ ലൊക്കേഷനിലേക്ക് മാറി. അജ്മാൻ ഇൻഡസ്ട്രിയൽ ഏരിയ. അവിടെ നമ്മൾ ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് സെറ്റപ്പിൽ നമ്മളെ നട്സിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റും അവിടെ നിന്നാണ് നമ്മൾ മെയിനായിട്ട് കാര്യങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ റോസ്റ്റ് ചെയ്ത് ത്രൂ ഔട്ട് UAE നമ്മൾ സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഈ 2024 വരെ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നത്. ഇപ്പോൾ 2024 ഞങ്ങൾ നമ്മളെ ഓൺ പ്രൊമൈസിക്ക് വന്ന് ഇവിടെ ഇപ്പോൾ 20000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഫുള്ള് മോസ്റ്റ്ലി എല്ലാം ഓട്ടോമാറ്റിക് മെഷീന് പിസ്ത കാര്യങ്ങളെല്ലാം ഹൈജീനിക് ആയിട്ട് ഓട്ടോമാറ്റിക് മെഷീനൊക്കെ ഉപയോഗിച്ച് റോസ്റ്റ് ചെയ്ത് ത്രൂ ഔട്ട് UAE ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് നമുക്ക് 140 സ്റ്റാഫ് ഉണ്ട്, 40 വണ്ടി ഉണ്ട്. ത്രൂ ഔട്ട് UAE ഏത് സമയത്തും ഡെയിലി ഡെലിവറി സർവീസും നമുക്കുണ്ട്. ഡെയിലി ഫ്രഷ് റോസ്റ്റഡ് ക്വാളിറ്റി സർവീസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഡെയിലി റോസ്റ്റ് ചെയ്യുന്നു, ഫ്രഷ് റോസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം നമ്മളുടെ മെയിനായിട്ട് എയിം. അപ്പോൾ എത്ര കടകളുടെ പേശം കൊടുക്കുന്നുണ്ട്? ഏകദേശം ഇപ്പം നമുക്ക് ഒരു 1500 മുതൽ 2000 കസ്റ്റമർ നമുക്കുണ്ട്. മാഷാ അല്ലാഹ്. ഒക്കെ അറബ്സ് ആണോ അതോ നോൺ അറബ്സ്? നെസ്റ്റ് ഉണ്ട്, പിന്നെ എല്ലാ വിധ മദീന ഗ്രൂപ്പ്, എല്ലാവിധ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, ഫ്ലോർ മിൽ, റോസ്റ്ററിയിലോട്ട് മൊത്തം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇത് ഈ കമ്പനി എവിടെയൊക്കെ ഇപ്പോൾ ഉള്ളത്? കമ്പനി ഉള്ളത് പിന്നെ അജ്മാനിലാണ് ഇപ്പൊ നമ്മളെ മെയിൻ ആയിട്ട് ഈ ഫാക്ടറി ഉള്ളത്. അജ്മാനിലുണ്ട്, ദുബായിലുണ്ട്, അബുദാബിയിലുണ്ട്. നമ്മളിപ്പോ 2 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് റിയാദിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിയാദിൽ എവിടെയാണ്? റിയാദിൽ അൽഖർജിയിലാണ്. അൽഖർജ. അപ്പൊ അൽഖർജയില് നമ്മള് ഹോൾസെയിലായിട്ട് വന്നാൽ അവിടെ റിയാദില് എവിടെ സൗദിയിൽ എവിടെ നമുക്ക് സാധനം ഡെലിവറി ചെയ്യാനും അവിടെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതാണ്. അത് ശരി. അവിടെ റോസ്റ്റ് ചെയ്യാൻ സൗകര്യം കണക്കാണ്. അതെ അതെ, അതിന്റെ യൂണിറ്റ് ഉണ്ട്. അപ്പൊ അതിന് പിന്നെ റോസ്റ്റ് UAE ഇവിടെ മാത്രം റോസ്റ്റ് ചെയ്യണുള്ളൂ? ഇവിടെ നമ്മൾ അജ്മാനിൽ മാത്രമാണ്. അപ്പൊ പിന്നെ റിയാദിലും ഇതേ പ്രൊഡക്ഷൻ റോസ്റ്റ് ചെയ്യുന്നത്? അതെ അതെ, അത് ശരിയാ. അവിടെ നമ്മളെ യൂണിറ്റ് ഉണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ ഒന്ന് പോകണ്ട് കേട്ടോ. വെൽക്കം. അല്ല, നിങ്ങള് ഒന്ന് കൊണ്ടുപോകും ഒരു ദിവസം കേട്ടോ. നമുക്ക് ഒരു ദിവസം ഒന്ന് പോകണം. ഞാനൊക്കെ പിന്നെ മക്കത്തുക്കും മദീനത്തുക്കും ഒരുപാട് ഓർഡറുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഹാജിമാർക്കും പിന്നെ ഉംറ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവിടുന്ന് സാധനങ്ങൾ പിന്നെ നമ്മൾ ഓരോ കടകൾക്ക് എത്തിക്കാലോ. അപ്പൊ നിങ്ങൾ മദീനത്ത് ഏതൊക്കെ കടകളിൽ കൊടുക്കില്ല? മദീനല്ലേ, നമ്മള് മെയിനായിട്ട് റിയാദ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം മദീനത്തേക്കും മക്കത്തൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് റിയാദ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇങ്ങോട്ട് ചോദിച്ചത്. റിയാദിലുണ്ട്, അങ്ങനെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് ഡീറ്റെയിൽ ചോദിക്കാം. പിന്നെ അവിടെ ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ അവിടെയും ഒക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? റിയാദിൽ നിന്ന് ഇവിടെ പിന്നെ ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങണം എന്നുള്ളവർക്കൊക്കെ ബന്ധപ്പെടാനോ എല്ലാ ഐറ്റംസും ഉണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ഞാനിവിടെ വന്ന് കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇന്ന് പിന്നെ എൻ്റെ ഓഫീസിൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ ഞാനിന്ന് ഇപ്പോൾ ഇങ്ങനെ ലീവ് എടുത്ത് മുതലായി എന്ന് പറഞ്ഞ മാതിരി ഒരു വെടിക്ക് 2 ബഷീർമാര് ഇതൊക്കെ ഒന്ന് കാണാനും ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാനൊക്കെ ഞാൻ വന്നാണ്. അപ്പോ സന്തോഷം. 500ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. ഇനിയിപ്പോ കണ്ടു തീർക്കുമ്പോഴത്തേന് ഇപ്പൊ ഇനിയിപ്പോ 2 ദിവസം കൊണ്ട് കാണാൻ പറ്റും, 1 ദിവസം കൊണ്ട് കാണണമെന്നുള്ളൊരു കൺഫ്യൂഷനിലുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് കണ്ടാലോ? പിന്നെ നട്സ് അതിന്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. 2008 ചെറിയൊരു സംരംഭം തുടങ്ങിയതാണ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് വലിയ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്.
ദുബായ് അബുദാബി ഒക്കെ ഇവർക്ക് ബ്രാഞ്ച് ഉണ്ട്, ഹോൾസെയിൽ ബ്രാഞ്ച്. മൻസൂർക്ക് അസ്സലാമു അലൈക്കും. എന്താ മൻസൂർക്ക് അത് ഭയങ്കര വലിയൊരു കമ്പനിയാണല്ലോ. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതൊക്കെ അതിന്റെ പ്രോസസ്സൊക്കെ ഒന്ന് കാണിച്ചു തരും. ഇവിടെ ഈ ഭാഗത്ത് കാണിക്കുന്നുണ്ട് കാഷ്നട്ട് റോസ്റ്റിംഗ് ആണ്. കാഷ്നട്ട് റോസ്റ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. അത് പിന്നെ മൊത്തം അത് മേലെ ഒരു വലിയൊരു കണ്ടെയ്നർ ഉണ്ട്, അതിലിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്നിങ്ങനെ മേലെ പോയിട്ട് അതങ്ങനെ റോസ്റ്റ് ചെയ്ത് കൂളായിട്ട് പുറത്തിറങ്ങും. ഇത് ഓയിൽ റോസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോ ഇത് ചൈനന്നും USA-ന്നും വിയറ്റ്നാമെന്നും ഇന്ത്യന്നൊക്കെ അല്ലേ ഓരോ പ്രൊഡക്റ്റ് ഇങ്ങനെ വന്നിട്ട് റോസ്റ്റ് ചെയ്യല്ലേ ചെയ്യണത്? അതെ, കാഷ്നട്ട് വരുന്നത് ഇന്ത്യയിൽ നിന്ന് വിയറ്റ്നാമെന്നാണ് വരുന്നത്. സീഡ്സുകൾ സൺഫ്ലവർ സീഡ്, അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ സീഡ്, പംകിൻ സീഡ്, അങ്ങനെ ഒരുപാട് സീഡ്സുകളുണ്ട്. അതെല്ലാം ഏകദേശം വരുന്നതെല്ലാം ചൈനയിൽ നിന്നാണ് അധികം സീഡ്സ് ഒക്കെ വരുന്നത്. ഓട്ടോമാറ്റിക് റോസ്റ്റിംഗ് മെഷീനാണ്, ഡ്രൈ റോസ്റ്റ് മെഷീനാണ്. ഇതിൽ നമ്മൾ പിസ്ത, ആൽമണ്ട്, സീഡ്സ്, അതുപോലെ പീനട്ട്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ റോസ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഇത്. പിന്നെ അതിന്റെ കുറച്ച് മുന്നോട്ട് അവിടെ ഉണ്ട് ഡ്രൈ റോസ്റ്റ് നമ്മൾ ചെയ്യുന്ന മാനുവൽ ചെയ്യുന്ന കാണിച്ചു. മാഷാഅല്ലാ, ഇതൊരു ഓൺ ഒരു പ്രോസസ് തന്നെ ഉണ്ട് മാഷാഅല്ലാ റോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കാണ്ട് ഇത് എങ്ങനെ എവിടെ വരുന്നത് മാഷാഅല്ലാ. അപ്പൊ ഇതിപ്പോ ഇന്ന് അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ പോണത് നട്സിന്റെ. ഇതില് ഇവിടെ നമ്മള് മാനുവലായിട്ട് റോസ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ്. ഇതിൽ നമ്മള് പിസ്ത, ആൽമണ്ട്, കാഷ്യൂ, അതേപോലെ തന്നെ സീഡ്സ് ഇതൊക്കെ ഇതിൽ മാനുവലായിട്ട് ചെയ്യാം. അപ്പുറം കാണിച്ചത് ഓട്ടോമാറ്റിക് ആണ് കാണിച്ചത്. ഓരോ മെഷീൻ വെച്ചിട്ട് നമ്മൾ ചെയ്യണതില്ലേ. ഇതെല്ലാം റോസ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ പാക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെ ഉണ്ട്. വളരെ സന്തോഷം, എനിക്ക് ഭയങ്കര ഒരു പ്രൗഡാണ് നിങ്ങള്, നമ്മുടെ നാട്ടുകാരൻ തന്നെ അല്ലേ നിങ്ങള്. അപ്പൊ ഇതിപ്പോ നമ്മൾ ഓരോ സാധനങ്ങൾ ഇവിടെ റോസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് പാക്കിംഗ് വേണ്ടിട്ട്. എവിടെ ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പൊ നമ്മള് കാഷ്നട്ട് ഓയിൽ റോസ്റ്റ് ചെയ്ത് കിടക്കുകയാണ് ഇവിടെ. ജസ്റ്റ് ചൂടുണ്ടാവൂലേ? ചൂടുണ്ടാവും. പാക്കറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. പാക്കറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് പാക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സാധനം ഡംപ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് പിസ്ത പാക്ക് ചെയ്യാൻ പോകുന്നു. അത് ശരി. പാക്ക് ചെയ്യാൻ പോണൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കി. ഇത് പിസ്ത, ഇത് നമ്മളെ പാക്കിംഗ് യൂണിറ്റ് ആണ്. ഇത് പാക്ക് ചെയ്ത് ഓരോ ഐറ്റംസ് ആയിട്ട് അടുത്ത മാർക്കറ്റിൽ കൊടുക്കാനുള്ള സാധനങ്ങളാണല്ലേ. ഇതെല്ലാം ഞങ്ങള് ഫിനിഷ്ഡ് സ്റ്റോർക്ക് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കാർട്ടൂൺ കണക്കിന് നമ്മൾ കൊണ്ടുപോകും. അത് ശരി. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മളെ കോഫി റോസ്റ്റിംഗ് ഏരിയ ഉണ്ട്. ഇത് കോഫി മെഷീൻ ആണ്. ഇതിൽ 60 കിലോ റോസ്റ്റിംഗ് കപ്പാസിറ്റി. ഇതാണ് നമ്മള് ഗാവ, അതുപോലെ തന്നെ തുർക്കിഷ് കോഫി, സൗദി ഗാവ ഒക്കെ ഉണ്ടാക്കുന്ന ഈ മെഷീനാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മളൊരു സ്പെഷ്യലിസ്റ്റഡ് മെഷീനാണ് കോഫി റോസ്റ്റിംഗ്. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. ഇതിന്റെ പ്രോസസ് ഒന്ന് കാണിച്ചു തരുമോ? ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നമ്മൾ കോഫി, പിന്നെ ഇത് എല്ലാം ഒരു കമ്പ്യൂട്ടർ ഇതിൽ ചെയ്യുന്നതാണ്. നമ്മൾ അതിൽ ഓരോന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കോഫി ഇതിലാണ് നമ്മൾ ഡംപ് ചെയ്യുക. ഇത് ഡംപ് ചെയ്ത് നമ്മൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കോഫി ഇവിടെ ഒരു പൈപ്പിലൂടെ അത് സക്ക് ചെയ്ത് ഇതിലൂടെ എത്തും. സക്ക് ചെയ്ത് ഇതിലെടുത്തിട്ട് പിന്നെ നമ്മൾ ടെമ്പറേച്ചർ ഹീറ്റ് ആയതിനു ശേഷം കോഫി റോസ്റ്റ് ചെയ്യും. ആ ടെമ്പറേച്ചർ നോക്കിയിട്ട് നമ്മൾ പിന്നെ കോഫി റിലീസ് ചെയ്യും. കോഫിന്റെ കുരു വരുന്നത് ബ്രസീല്, ഇന്ത്യ, വിയറ്റ്നാം, പിന്നെ മെക്സിക്കോ, നിക്കാരഗോ, അങ്ങനെ കുറെ അധികം കൺട്രീസ് വരുന്നുണ്ട്. ഗാവ് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് അതൊക്കെ ഉള്ളത്. ഗാവ് ഉണ്ടാക്കുന്ന ഐറ്റംസ്. പിന്നെ ഈ ചാക്ക് ഇങ്ങനെയാണ് പച്ച വരുന്നത്. അത് ശരി. പച്ച. അത് 60 കിലോന്റെ ചാക്കാണത്. ശരി. ഇങ്ങനെ കണ്ടെയ്നർ വരുന്ന ഏരിയ ആണ്. അത് ശരി. ബൾക്ക് കണ്ടെയ്നർ ഇങ്ങനെ വരുന്ന ഏരിയ കേട്ടിട്ടുള്ളൂ. ഇവിടെ കാണണം നമ്മള്. ഇവിടെ ആൽമണ്ട്, പിസ്ത, അങ്ങനെയൊക്കെ നമ്മള് വാൾനട്ട് ഇതൊക്കെ നമ്മൾ നേരിട്ട് ഇവിടെ കണ്ടെയ്നർ ഇറക്കിയിട്ട് നമ്മള് ഫോർക്ലിഫ്റ്റിൽ സാധനം ഇറക്കിയിട്ട് ഇവിടെ ഇവിടെ നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ ഇതൊക്കെ ആൽമണ്ടാണ്, അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണ്. അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ വന്ന് പിന്നെ ഇവിടെ കാഷ്നട്ട് ഉണ്ട്. ഇവിടെ വിയറ്റ്നാമിൽ നിന്ന് വരുന്ന കാഷ്നട്ട്. ഓക്കെ, ഇത് നമ്മൾ വിയറ്റ്നാമിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്താണ്. അത് ശരി. ഇതിങ്ങനെ കാഷ്നട്ട് ഇങ്ങനെ വരുന്നത്. എല്ലാ റോസ്റ്റഡ് ഐറ്റംസും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് റോസ്റ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. ഇവിടെ ആൽമണ്ട് റോസ്റ്റഡ് ഉണ്ട്. പിന്നെ ഇങ്ങനെ തൊട്ട് എല്ലാം മിച്ചറുണ്ട്. മിച്ചർ അതുപോലെ കുറെ കാർട്ടൂൺ ഐറ്റംസ് ഉണ്ട്. മിച്ചറൊക്കെ നമ്മളിവിടെ പ്രോസസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അതെ. സീഡ്സ്, കോഫി, പിന്നെ അതുപോലെ തന്നെ മിക്സ് നട്ട്, ഗ്രീൻ പീസ്, പിന്നെ മക്കഡമി. മക്കഡമിയുടെ മക്കഡമി കുറച്ച് വേണ്ടിയിരുന്നു. ഇത് മക്കഡമി ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അമേരിക്കന്റെ പിസ്തയാണ് അതൊക്കെ. ഇതിന് പല ഫ്ലേവേഴ്സ് ചെയ്ത് പിസ്ത റഷ് ആണ്. ഇത് പിന്നെ ലെമൺ യെല്ലോ ആണ്.
പിന്നെ തുർക്കിയാണ്, അങ്ങനെ പല ടൈപ്പായിട്ട് ഉള്ളത്. പിന്നെ വാൾനട്ട്, അങ്ങനെ കുറെ ഐറ്റംസ് ഒരു 500ഓളം പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. പിന്നെ പീനട്ട് ഓയിൽ സഹറ എന്ന് പറയും, പിന്നെ വറുത്തതാണത്. നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ കടല, അതെ അത് അങ്ങനെയൊന്നും തിന്നുന്ന ആൾക്കാർ കാണാം. അതെ. ഇനി അടുത്ത് നമ്മള് ചോക്ലേറ്റ്, ഏലക്കായ, ഇത് ചുയിങ്കാണ്, ബത്തൂക്ക് ചുയിങ്കം. പിന്നെ ഇത് പ്രൂൺസ്, ഇങ്ങനെ നമ്മൾ റെഡി ഐറ്റംസ് വാങ്ങിച്ചിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നതാണ്. ഈത്തപ്പഴം, പല ഐറ്റംസ്, സുക്കരി, സഫാരി, ഇതെല്ലാം നമ്മുടെ ഈത്തപ്പഴം, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏലക്കായ ഉണ്ട് ഈ ഭാഗത്ത്. ശരി, ഓക്കെ. ഇതൊക്കെ ഫുള്ള് ഏലക്കായ ഐറ്റംസ് ആണ്. പിന്നെ ചോക്ലേറ്റുകൾ ഉണ്ട് ഈ ഭാഗത്ത്. ഏതൊക്കെ ചോക്ലേറ്റ്? എല്ലാം തുർക്കീഷ് ചോക്ലേറ്റുകൾ ഉണ്ട്. പിന്നെ കുനാഫ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത്രയാണ് ഞങ്ങളെ പ്ലേറ്റുകൾ തന്നെയാണ്. ഇത് മുന്തിരിയാണ്, അതൊക്കെ കാർട്ടൂൺ. അതാക്കണോ മുന്തിരി, ഇത് മുന്തിരി. ഇതൊന്നും പൊട്ടിക്കാൻ പറ്റൂല, അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അതങ്ങനെ തന്നെ കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മളെ കാര്യങ്ങൾ. ഇപ്പൊ ഏകദേശം കണ്ടല്ലോ, ഏകദേശം നമ്മളെ ഏരിയ കണ്ടു, ഭയങ്കര ഇഷ്ടമായി. അപ്പോ അൽഹംദുലില്ലാ നമ്മള് കാര്യങ്ങളൊക്കെ കണ്ടു. മൻസൂർക്ക, ഞാൻ ഇവിടെ പിന്നെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിട്ടോ. മൻസൂർക്ക വളരെ നല്ല കമ്പനിയാണ്, മാഷാ അല്ലാ. അപ്പോൾ ഹോൾസെയിൽ വേണ്ടവർ വിളിക്കുക, ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നല്ല സർവീസാണ്. പിന്നെ 500ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടുകൊണ്ട് പറയാണ്, എല്ലാവരും പിന്നെ ഹോൾസെയിൽ രംഗത്ത് പിന്നെ നല്ലൊരു പിന്നെ ഫ്ലോർ മില്ലാണ് യൂണിയൻ ഫ്ലോർ മില്ല്. അപ്പോൾ നമ്മൾ മികച്ച സർവീസ് കൊടുക്കും അല്ലേ മൻസൂർക്ക? ഉറപ്പ് കൊടുക്കാമല്ലോ അല്ലേ? മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും.